ഇന്ന് നമുക്ക് സെമി സിൽക്ക് സാരീസിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനോ അല്ലാതെ ഉപയോഗിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് സെമി സിൽക്കിൽ നമുക്കൊരു സെൽഫ് ത്രെഡ് എംബോസ്ഡ് ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് സെറിയുടെ വീവിങ് ഒന്നുമില്ല. നമുക്ക് കസവിൻ്റെ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2380 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ഗ്രീനിഷ് ടോൺ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ആട്ടോ ഇതിനകത്ത് ഈ കളറൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇതേപോലെ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വീവ് പാറ്റേൺ ആണ് ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്നത്. ഒരു എംബോസ്ഡ് വീവ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്കിത് അതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെയാണ് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും രണ്ട് സൈഡ് ഏതാണെന്ന് തന്നെ കൺഫ്യൂഷനായി പോകും. അത്രയും ഫിനിഷിങ്ങിലാണ് അതിൻ്റെ ബാക്ക് സൈഡും വന്നിരിക്കുന്നത്. ഇത് സാരി നമ്പർ 1 ആണ്. ഫുൾ ബോഡി നമുക്ക് ഈ ഒരു എംബോസ്ഡ് വീവ് പാറ്റേൺ ആണ്. അതിൻ്റെ മുന്താണി വരുമ്പോൾ മുന്താണിയിലും ഈ ഒരു ഡിസൈനാണ് വരുന്നത്. മുന്താണിയിലേക്ക് വരുമ്പോൾ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. 2380 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫുൾ ബോഡി ഇതേപോലെ തന്നെ വരും. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസ്. ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം കസവിൻ്റെ വർക്കൊന്നും വേണ്ടാന്നുള്ളവർക്ക് നല്ല സാരിയാണ്. പിന്നെ ഇത് ഫംഗ്ഷൻ വെയർ മാത്രമല്ല, നമുക്ക് എവിടെ ഉടുത്തുകൊണ്ട് പോകണമെങ്കിലും ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഫംഗ്ഷൻ വെയർ ആയിട്ട് മാത്രമല്ല, അല്ലാതെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരീസാണ്. കാരണം ഇതിനകത്ത് കസവിൻ്റെ വർക്കോ അങ്ങനെ ഗോഡിയായിട്ടുള്ള ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് സാരി നമ്പർ 2. ഓരോന്നിൻ്റെ ഡിസൈൻ വ്യത്യാസമായിരിക്കും. ഇതിൻ്റെ ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെ വരും, മുന്താണിയുടെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. സാരി നമ്പർ 2 സോഫ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ് കേട്ടോ. സാരി നമ്പർ 2. സാരി നമ്പർ 3 ഒരു ബ്രൗൺ ഷെയ്ഡ്. സാരി നമ്പർ 3 ബ്രൗൺ. ഇതേ അതിൻ്റെ ബോഡിയിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് ത്രെഡിൻ്റെ കൂടെ ഒരു സിൽവറിൻ്റെ ഒരു ത്രെഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. സാരി നമ്പർ 3 ബ്രൗൺ. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. പ്ലെയിൻ ബ്ലൗസ്. ചെറിയൊരു അല്പം ഒരു പർപ്പിളും കൂടെ ചേർന്ന പോലുള്ള ഒരു ബ്രൗൺ ആട്ടോ. എന്നാലും കൂടുതൽ ബ്രൗൺ ആയിട്ട് തന്നെ തോന്നുള്ളൂ. സാരി നമ്പർ 4 വരുമ്പോൾ ഒരു ഒലിവ് ഗ്രീൻ്റെയൊക്കെ അല്പം കൂടെ ഒരു ലൈറ്റർ ടോൺ. ഒരു മെഹന്തി ഗ്രീൻ്റെയൊക്കെ, ഒലിവ് ഗ്രീൻ അല്ല സോറി, മെഹന്തി ഗ്രീൻ്റെ ലൈറ്റർ ടോൺ. അതിൻ്റെയൊക്കെ ബോഡിയിലെ ഡിസൈൻ ഇതേപോലെയാണ് ആ ഒരു എംബോസ്ഡ് വ്യൂ പാറ്റേൺ വന്നിരിക്കുന്നത്. 2380 റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ സാരി. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ നമുക്ക് ഇതൊരു ബേജ് ആൻഡ് ഗ്രേ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടോൺ. അതിൻ്റെ ഡിസൈൻ കണ്ടത് ഇങ്ങനെയാണ് ഓൾ ഓവർ ദ ബോഡിയിൽ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 5 ഒരു ഗ്രേയും ബേജും കൂടെ ചേർന്ന ഒരു ലൈറ്റർ ടോൺ ആട്ടോ. സാരി നമ്പർ 5. സാരി നമ്പർ 6 ഒരു പിങ്കിൻ്റെ ഒരു ടോൺ. സാരി നമ്പർ 6 പിങ്ക്. അതിൻ്റെ ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെയാണ് ബോഡിയിലെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 6 ഓൾ ഓവർ ദ ബോഡി സെയിം ഡിസൈൻ ആയിരിക്കും. സാരി നമ്പർ 7 വരുമ്പോൾ പിങ്കിൻ്റെ തന്നെ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 7. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പം ഒരു ഡസ്റ്റി ഒരു ലാവൻഡർ ടോൺ. സാരി നമ്പർ 8. അതിനകത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബോർഡറും ബോഡിയിലും ഇങ്ങനെ ഒരു ഡിസൈനും കൂടെയാണ് വന്നിരിക്കുന്നത്. ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെ വരും, ബോർഡർ ഡിസൈൻ ഇങ്ങനെ വരും. ഇതാണ് ബോഡിയിലെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുമ്പോൾ നല്ലൊരു ഒരു പീകോക്ക് ഗ്രീനിലേക്ക് വരുന്ന സാരി നമ്പർ 9. ഇതാണ് ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 9. ഒരു സഫയർ ഗ്രീനിൻ്റെയൊക്കെ ഡാർക്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. സാരി നമ്പർ 10 വരുമ്പോഴും ഒരു ഡസ്റ്റി പർപ്പിൾ ടോണിലേക്ക് വരും. ഇതേപോലെയാണ് ബോർഡർ, ഇങ്ങനെ ഈ ഡിസൈൻ വരും.
ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഡിസൈനാണ് ബോഡിയിലേക്ക് വരുന്നത്. അതിനകത്തൊരു പിങ്കിൻ്റെ ഒരു ടോണിലാണ് അതിൻ്റെ എംബോസ്ഡ് വ്യൂ പാറ്റേൺ വന്നിരിക്കുന്നത്. സാരി നമ്പർ 10. സാരി നമ്പർ 11 വരുമ്പോഴും ഒരു ലാവൻഡർ പർപ്പിൾ ചേർന്നിട്ടുള്ള ഒരു ബ്ലൂയിഷ് ലാവൻഡർ പർപ്പിൾ ചേർന്നിട്ടുള്ള ഒരു ടോൺ. സാരി നമ്പർ 11. ബ്ലൂയിഷ് അല്ല, ലാവൻഡർ ടോണാണ്. സാരി നമ്പർ 12 വരുമ്പം ഇതൊരു ഗ്രീനിഷ് ടോൺ. ഇതിനകത്ത് നമുക്ക് ബോഡിയിൽ ഇതേപോലെ ഒരു സെറിയുടെ ഒരു വ്യൂ പാറ്റേണും കൂടെ വരുന്നുണ്ട്. മുന്താണിയിലും സെറി വ്യൂ പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരും. സാരി നമ്പർ 12. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 2380. 2 ബോർഡറിലും മുന്താണിയിലും സെറിയുടെ വ്യൂ പാറ്റേൺ വരും. സാരി നമ്പർ 12. സാരി നമ്പർ 13 വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ. അതിനകത്തും ഒരു ബോർഡർ ഡിസൈൻ ഇങ്ങനെ ഇതേപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ബോഡിയിൽ ഈ ഒരു ഡിസൈൻ വരും. സാരി നമ്പർ 13. ഇത് നമുക്ക് ആ ഒരു തളിരിലയുടെയൊക്കെ ഒരു മെഹന്തി അല്ല, തളിരിലയുടെയൊക്കെ ഒരു ഗ്രീനില്ലേ, അതിൻ്റെ ഒരു അങ്ങനെ ഒരു ഷെയ്ഡ്. സാരി നമ്പർ 13. സാരി നമ്പർ 14 വരുമ്പോൾ ഒരു എൻ്റെ കളർ തന്നെ ലാവൻഡറിൻ്റെ ഭയങ്കര ലൈറ്റർ ടോൺ അല്ലേ. സാരി നമ്പർ 14 ലാവൻഡറിൻ്റെ ഭയങ്കര ഒരു ലൈറ്റർ ടോൺ. 15 വരുമ്പോൾ അഗെയിൻ നല്ലൊരു ഇതൊക്കെ ഗ്രീനിൻ്റെ നല്ലൊരു, അതായത് ഒരു സഫയർ ഗ്രീനിൻ്റെയൊക്കെ ഒരു ഡാർക്കർ ടോണിലേക്ക് വരും കേട്ടോ. അതിനകത്ത് ബോഡിയിൽ ആദ്യം കാണിച്ചതിനകത്ത് ഗോൾഡ് ആയിരുന്നു, ഇതിനകത്ത് സിൽവർ ത്രെഡ് വീവാണ് വന്നിരിക്കുന്നത് ബോർഡറിൽ. എന്നിട്ട് ബോഡിയിൽ ഈ ഒരു ഡിസൈൻ വരും. അതിൻ്റെ പല്ലു വരുമ്പോൾ ഇതേപോലെ സിൽവർ വീവ് പാറ്റേൺ ആണ് പല്ലുവിൽ വന്നിരിക്കുന്നത്. സാരി നമ്പർ 15. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്. 16 അഗെയിൻ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. 16 ലാവൻഡർ. അതിനകത്തും ഒരു ബോർഡർ ഡിസൈൻ വരും ഇതേപോലെ. ഇത് കണ്ടോ, ഇത് ബോർഡറിൽ ഈ ഒരു ഡിസൈൻ, ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഡിസൈൻ. 16 മുന്താണി ഇങ്ങനെ വരും, പ്ലെയിൻ ബ്ലൗസ്. 17 ലാസ്റ്റ് സാരി. അഗെയിൻ നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്കിൻ്റെ നല്ലൊരു ടോൺ. 17 ഇതിനും ഒരു ചെറിയ ബോർഡർ ഡിസൈനും ബോഡിയിൽ വേറെ ഡിസൈനും കൂടി ആട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോർഡറിലെ ഡിസൈൻ വരുന്നത്, ബോഡിയിലെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാരിയൊക്കെ വാങ്ങിച്ചാൽ നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ കബോർഡിൽ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന സാരീസാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് റെഡി ആകുമ്പോൾ ഞാൻ പറയാം. അണ്ടർ മെയിൻ്റനൻസ് ആണ്. താങ്ക് യു.